നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വിജയശതമാനം വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് തൃപ്തിയായ വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഒരേപോലെ അവസരങ്ങളും അനുഭവങ്ങളും ആഗ്രഹസാഫല്യവും വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രകളെല്ലാം പുനരാരംഭിക്കുവാനും എന്നാൽ അതിൽ പണം മുതൽ മുടക്കുന്ന കാര്യത്തിൽ ഒരു നിയന്ത്രണത്തോടുകൂടി അഥവാ സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കിക്കൊണ്ട് ഉദ്ധരിക്കാൻ തക്കവണ്ണം ഉള്ളൊരു രൂപരേഖ തയ്യാറാക്കുകയൊക്കെ തന്നെയായിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം സമയബന്ധിതമല്ലാതെ പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാനാണ് യോഗമുള്ളത്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ കാര്യങ്ങൾക്കും പ്രവർത്തിക്കാനിടവരും. മേലധികാരികൾ മറ്റ് ജോലി നേടിപ്പോയതിനാൽ ആ ഒരു തസ്തികയിലേക്ക് പ്രവേശനം ലഭിക്കുമെങ്കിൽ പോലും 3-4 മാസം താമസം വരും. എന്നിരുന്നാൽ പോലും മേലധികാരികളുടെ ചുമതലകളെല്ലാം തന്നെ ഏറ്റെടുത്ത് നടത്തേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. പണം കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അത്ര ഗുണകരമല്ല. 2025-2026 പകുതി വരെയുള്ള കാലയളവിൽ എല്ലാ കാര്യങ്ങളും ഉദ്ദേശിക്കുന്നതിലുപരി നല്ല നിലയിൽ നടന്നിരുന്നു, അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില രീതിയിൽ അസ്വാരസ്യങ്ങൾ വരിക, ജോലി നഷ്ടപ്പെടുമെന്ന് സൂചനകൾ ലഭിക്കുക, അതേപോലെ തന്നെ വ്യാപാര വിപണന മേഖലയിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടമില്ലാത്ത വരിക, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ധ്രുവീകരണത്തിന് സ്വയമേവ തയ്യാറാവുക തന്നെ ആയിരിക്കും നന്നാവുക. എന്നാൽ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാവും. അഹങ്കാരം ഒഴിവാക്കി എല്ലാ കാര്യങ്ങളിലും മിതത്വത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിക്കണം. മഹത് വ്യക്തികളുടെ ജീവിത രേഖ മനസ്സിലാക്കിക്കൊണ്ട്, ആ ജീവിത പാത മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും അതൊരു മാതൃകയായിട്ടും അത് തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിക്കും. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് യോഗയും പ്രാണായാമവും സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നത് ഗുണകരമായി തീരും. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരമുണ്ടാകും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും അവധി ലഭിച്ചാൽ പോലും അവധി ലഭിക്കാനുള്ള സാധ്യതകൾ പലർക്കും കുറയും. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിലേക്ക് വന്നു പോരാൻ മറ്റു ചിലർക്ക് അവധി ലഭിച്ചാൽ പോലും യാത്രാ ചെലവ് വളരെ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് ഈ ഒരു വർഷം ജന്മനാട്ടിലേക്ക് വന്നു പോവുക എന്നതിൽ നിന്നും പിന്മാറുവാൻ പോലും സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ തീരുമാനിക്കുവാനും ഒരുപക്ഷെ അതിന് പുനരാരംഭിക്കുവാനും സാധ്യത കാണുന്നു. വസ്തുവാഹന ക്രയവിക്രയങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാവും. പാരമ്പര്യ പ്രവൃത്തികളും അനുവർത്തിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മനിയന്ത്രണം നിർബന്ധമായിട്ടും വേണ്ടതാണ്. വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബ തർക്കം പരിഹരിക്കാൻ സാധിക്കും. ആഗ്രഹസാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ധാരാളം വേണ്ടിവരും. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് ഉദ്ധരിക്കുവാനും ക്രമീകരിക്കുവാനും എന്നാൽ അതിനൊരു മോചനം നേടുവാൻ തക്കവണ്ണം പ്രവർത്തിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. പരസ്പര വിശ്വാസത്താൽ തുടങ്ങി വെച്ചതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ വിപുലീകരണത്തിനും അതേപോലെയുള്ള ഒരു ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പാർശ്വഫലങ്ങളുള്ള മരുന്നുകൾ ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി ഒരു മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെല്ലാം കുറയുവാനിടയുണ്ട്. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി
സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. വർഷങ്ങൾക്ക് ശേഷം സഹപ്രവർത്തകരെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും ഇടയുണ്ട്. മംഗളവേളകളിൽ വെച്ച് പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുവാനിട വരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നിരുന്നു. എന്നാൽ ഇനി 2027 ജൂൺ മാസം മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ ഇടവരും. സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലി അവസരങ്ങളുണ്ടാകുമെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അകാരണമായിട്ടുള്ള കാലതാമസവും തടസ്സങ്ങളും ഉണ്ടാകുവാനിടയുണ്ട്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. ദമ്പതികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ദൂരദേശത്തേക്ക് ജോലി മാറ്റത്തിന് സാധ്യത കാണുന്നു. സേവന സാമർഥ്യത്താൽ സർവകാര്യ വിജയം നേടും. നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കാൻ തക്കവണ്ണം തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ഉന്നത തസ്തികയിലിരിക്കുന്ന പലർക്കും ഉദ്യോഗം നഷ്ടപ്പെടും എന്ന സൂചനകൾ ലഭിച്ചതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ചോതി നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഉദ്ദേശിച്ച പോലെ സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷിക്കുവാനിട വരും. എന്നാൽ ജൂലൈ മാസത്തിൽ മാത്രമല്ല 3-4 മാസത്തേക്ക് നിലവിലുള്ള ജോലി പോലെ ഉള്ളൊരു ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവും ആയിരിക്കും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അംഗീകാരം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പുതിയ കാൽവെപ്പുകൾ എന്ന നിലയിൽ ആധുനിക കൃഷി രീതികൾ അവലംബിക്കുവാനും 2027 ജൂൺ മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വിളവെടുപ്പ് എന്ന തക്കവണ്ണം ഈ കൃഷി രീതികൾക്ക് വിപുലമായി തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ട് അംഗീകാരം ലഭിക്കും. സുഹൃത്ത് സഹായത്താൽ വികസിത രാഷ്ട്രത്തിലെ ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും, പക്ഷേ അത് നവംബർ മാസത്തിന് ശേഷമേ അതിൻ്റെ ഇൻ്റർവ്യൂവും അതിൻ്റെ ഒരു രേഖാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നടക്കുകയുമുള്ളൂ. എന്നിരുന്നാൽ പോലും പ്രാഥമികമായിട്ട് ഫീസ് കൊടുത്ത് അതിൽ പ്രവേശിക്കുവാൻ ഇടയുണ്ട്. ഉപരിപഠനം ഉദ്ദേശിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും ഉദ്ദേശിച്ച പോലെ വിജയശതമാനം ഇല്ലാത്തതിനാൽ ഭാവിയിലേക്ക് ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് വളരെ ഗുണകരമായി തീരും. അതിർത്തി തർക്കം പരിഹരിക്കുവാനായിട്ട് മധ്യസ്ഥത വേണ്ടിവരും. ബന്ധുമിത്രാദികൾ ഉൾപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള വിൽപ്പനയും വന്നു ചേരുന്നത് വഴി തുടരുവാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വികസിത രാഷ്ട്രത്തിൽ സ്ഥിരം താമസിക്കാൻ അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുവാനോ അഥവാ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിച്ച് അവിടെ തന്നെ ലഭിച്ച ജോലി സ്വീകരിച്ചുകൊണ്ട് തുടരുവാനോ തീരുമാനിക്കുവാനിടയുണ്ട്. നാഡി നീർദോഷ രോഗപീഠകൾക്ക് യോഗ, പ്രാണായാമം എന്നിവ ശീലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനുള്ള പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ ഇടവരും. അഥവാ മറ്റു ചിലർക്ക് വ്യായാമത്തിനും ഭക്ഷണ ക്രമീകരണത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തക്കവണ്ണമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിദേശ ബന്ധമുള്ള വ്യാപാര, വിപണന, വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനിട വരുമെങ്കിൽ പോലും സുതാര്യത ഇല്ലാത്തതിനാൽ തൽക്കാലത്തേക്ക് പിന്മാറുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. അനുരഞ്ജന ശ്രമം അന്തിമ നിമിഷത്തിൽ വിജയം കൈവരിക്കും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗമുണ്ട്. അനിഷ്ടഫലങ്ങൾ ഒഴിവാക്കുവാനായിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കും. ബന്ധുമിത്രാദികളുടെ
ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗൃഹപ്രവേശന കർമ്മത്തിനോ മംഗളകർമ്മങ്ങൾക്കോ നേതൃത്വം നൽകുവാൻ അവസരമുണ്ടാകും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് അല്ലെങ്കിൽ വ്യാപാര വിപണന വിതരണ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. അന്യരുടെ കാഴ്ചപ്പാടിൽ ധനാഢ്യനായി പ്രവർത്തിക്കാനിട വരുമെങ്കിൽ പോലും ഒരുപക്ഷെ ഈ മാസത്തിൽ ശമ്പളം കൊടുക്കുവാനായിട്ട് കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുവർത്തിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുമുള്ള അവസരമുണ്ടാകുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. പരോപദ്രവ ബുദ്ധി ഒഴിവാക്കി പരോപകാര പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുന്ന സുഹൃത്തിന് ആത്മാർത്ഥമായിട്ട് അഭിനന്ദനങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ടുള്ള ജോലി നഷ്ടപ്പെടുവാനിടയുള്ളതുകൊണ്ട് വികസിത രാഷ്ട്രത്തിൽ നിന്നും പലർക്കും തിരിച്ചു പോരേണ്ടതായ സാഹചര്യങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. ആർഭാടങ്ങൾക്ക് സ്വയമേവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും നഷ്ടകഷ്ടങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും. ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന പല സാഹചര്യങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാൻ സാധിക്കും. സുതാര്യത കുറവിനാൽ ഒരുപക്ഷെ സമർപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണതക്കുറവ് വന്നു ചേരുവാനിടയുണ്ട്. ശാസ്ത്രമേഖലയോട് ബന്ധപ്പെട്ടതായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് 2027 പൂർത്തീകരിക്കുന്ന പല പദ്ധതികൾക്കും തുടക്കം കുറിക്കുവാനോ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ അന്തിമ നിമിഷത്തിൽ അതിന് ഗുണകരമായ സാഹചര്യങ്ങൾ വന്നു ചേരും. സഹനശക്തി, ക്ഷമ, ആദരവ് തുടങ്ങിയവ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ അവസരം വന്നു ചേരും. കീഴ് ജീവനക്കാരുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള പദ്ധതികൾ മേലധികാരികളുടെ അനുമതിയോടുകൂടി തന്നെ അവലംബിക്കുന്നത് വഴി എല്ലാവർക്കും ഒരേപോലെ കൃതാർത്ഥതയും സമാധാനവും ആശ്വാസവും വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസ്വര രാജ്യത്തിലേക്ക് ഉപരിപഠനത്തിന് പരിശ്രമിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിച്ചാലും അവിടെ ജോലി കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിപ്പ് കഴിഞ്ഞാൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകുക അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് അന്വേഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഉപരിപഠനത്തിന് ചേരുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ആചാര മര്യാദകൾ പാലിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും സജീവമായ സാഹചര്യങ്ങളും അവസരങ്ങളും വന്നു ചേരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങൾക്കും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.